ഈ ഇസ്ലാമിക് തീവ്രവാദികൾ എന്ന് പറഞ്ഞു വരുന്ന ഈ തീവ്രവാദികൾ അവരുടെ ജന്മമാണ്. എവിടെ നമ്മുടെ സയ്യിദ് മസൂദ്, എവിടെ അബ്രഹാം ഖുറേഷി, സയ്യിദ് മസൂദിനെ രക്ഷിക്കണ പട്ടാളക്കാർക്ക് വരെ ചാടി ആക്രമിക്കുന്ന മതേതരനായ 5 നേരം നിസ്കരിക്കുന്ന സയ്യിദ് മസൂദും വലിയ മഹാനടന്മാരെയൊന്നും ഇവന്മാരെ ഒന്നും പ്രസ്താവനകളോ മെഴുകുതിരി കത്തിക്കലോ ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ. എന്താണ് ഇതാണ് പറഞ്ഞത്. സിനിമയുടെ എന്താണ് വാർത്താ സ്വാതന്ത്ര്യം, മീഡിയ സ്വാതന്ത്ര്യം എല്ലാം വിളിച്ചിവർ സ്വാതന്ത്ര്യം ഉണ്ടാക്കി ഇതിനൊക്കെ തന്നെയാണ്. ഈ ദിവസങ്ങളിൽ ഇതെല്ലാം പിക്ചറൈസ് ചെയ്ത് ഇതെല്ലാം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതുപോലുള്ള ആൾക്കാരെ കരങ്ങളുണ്ടാവും. എല്ലാ തീവ്രവാദികളും ആദ്യം തന്നെ തരുന്ന മുന്നറിയിപ്പാണ് ഇത് പലതിലൂടെ. ഇതുകൊണ്ടൊക്കെയാണ് ഇതുപോലുള്ള സിനിമകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുതു ഒക്കെ പറഞ്ഞത്. ഇന്നൊക്കെ മെഴുകുതിരി കത്തിക്കാനോ പ്രസ്താവന ഇറക്കാനോ മത പണ്ഡിതന്മാരോ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത സുഡാപ്പികളോ ഒന്നും തന്നെ ഇല്ല അല്ലെ. ഒരു രാജ്യത്തിന്റെ കണ്ണീരാഴ്ത്തുമ്പോൾ ഇപ്പോഴും അത് ന്യായീകരിക്കാൻ വരുന്ന ന്യായീകരണ തൊഴിലാളികളോട് എന്താ നമ്മൾ പറയുക? മതം ചോദിച്ച് അവരെ മുമ്പിൽ വെച്ച് ഒരു ഇഞ്ച് ദൂരത്തുനിന്ന് പിസ്റ്റൾ കൊണ്ട് ഷൂട്ട് ചെയ്ത് ജീവിതം തീർത്ത്. അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ബാങ്ക് വിളിക്കാൻ അറിയില്ല. ബാങ്ക് വിളിക്കാൻ അറിയില്ല ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്നിട്ടാ ചോദിക്കുന്നത്. ബാങ്ക് അവർ പറയുന്നത് ഇസ്ലാമിക് വേഴ്സസ് പറയാൻ പറഞ്ഞു. അത്രേ ഇവർക്ക് അറിയുള്ളൂ. ഇവരിതൊന്നും പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു കാശ്മീരിൽ നടന്ന ഈ ഒരു സംഭവം, അതല്ലെങ്കിൽ ഈ അറ്റാക്ക്, ഈ ഒരു 10-28 ആൾക്കാരെ കൊലപ്പെടുത്തിയ ഈ തീവ്രവാദികൾ, അവരുടെയൊക്കെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് തമ്മിലടിപ്പിക്കുക. അതായത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറഞ്ഞിട്ട് തമ്മിലടിപ്പിക്കുക. അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷെ അതൊക്കെ എന്താണ്, ആ ഒരു ലക്ഷ്യത്തിലേക്കൊക്കെ ചില ആളുകൾ എന്താണ് ആ ലക്ഷ്യത്തിലേക്കൊക്കെ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അതായത് ആ ഒരു ചർച്ചയും അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടും അതിലേക്ക് മുസ്ലിംസ് ഹിന്ദു ആരാണ് മുസ്ലിം ആരാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇതിൽ മുസ്ലിംസിനെ ഒഴിവാക്കിയിട്ട് ഹിന്ദുക്കളെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇപ്പോൾ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഓരോ ചാനലുകളൊക്കെ. അപ്പം എന്താണ് അവരുടെ, അതായത് ഈ ഒരു തീവ്രവാദികളുടെ, അതല്ലെങ്കിൽ അത് ഏത് രാജ്യത്ത്, ഇനിയിപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയവരായിക്കോട്ടെ അതല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാരായിക്കോട്ടെ, അവരൊക്കെ ലക്ഷ്യം എന്താണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കുക. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എന്താണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു നുസ്രത്ത് സംഗീതാത്ത ഉണ്ടല്ലോ, നുസ്രത്ത് സംഗീതാത്ത ഇപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ എന്താ വെച്ചാൽ ഈ ഒരു താത്താൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു മലൻ ചാനലിലൊക്കെ വന്നിട്ട് അങ്ങനത്തെയൊക്കെ ചാനലിൽ വന്നിരുന്നിട്ട് ഈ മുസ്ലിങ്ങൾ എങ്ങനെ തീട്ടം തിന്നൽ തന്നെയാണ് ഈ ഒരു താത്താൻ്റെ ഒരു ഹോബി. അതായത് മെയിനായിട്ട് അങ്ങനെ തന്നെയാണ്. ഒരു ചാനലിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ തീട്ടം തിന്നൽ, അതുതന്നെയാണ് ഇപ്പോൾ ഈ ഒരു താത്താൻ്റെയും ലക്ഷ്യം. അതിപ്പോൾ ഈ ഒരു പ്രശ്നം വന്നത്, അല്ലെങ്കിൽ ഈ ഒരു കാശ്മീരിൽ ഇങ്ങനൊരു സംഭവം കൂടി നടന്നപ്പോൾ താത്താക്ക് ഒന്നും കൂടിയായി. എന്താണ്, മുസ്ലിം തീവ്രവാദികൾ നമ്മളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുസ്ലിം തീവ്രവാദികൾ അത് മുസ്ലിമാണോ ഹിന്ദു ആണോ ഒന്നുമല്ല, അവർ തീവ്രവാദികളാണ്. അവർക്ക് മതം ഒന്നുമില്ല. അവരെന്താണ് മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടി വന്നത്. അതും ഇന്ത്യയിലേക്ക് കടന്നപ്പോൾ ഇന്ത്യയിലുള്ള ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ എന്നല്ല, അവർക്ക് എല്ലാവരും കൊല്ലണം എന്നുള്ള ഒരൊറ്റ ഒരു അജണ്ട അങ്ങനെയാണ്. അതായത് അവരുടെ ലക്ഷ്യം മനുഷ്യന്മാരെന്ത് ചെയ്യാണ്, അവിടുന്ന് കൊന്നുപോകുക, അതിൽ ഇന്ത്യയിൽ കയറിയിട്ട് ഇന്ത്യക്കാരെ കൊല്ലുക. അതിനിടയിൽ എന്താണ് അവരെന്ത് ചെയ്യണം, പരസ്പരം നമ്മുടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളൊക്കെ തമ്മിലടിപ്പിക്കാനുള്ള വാക്കുകളാണ് പറയുന്നത്. ഇതിൽ മുസ്ലിം ആരാണ് ഹിന്ദു ആരാന്നുള്ളത്. പക്ഷെ അതൊന്നും ചിന്തിക്കാനുള്ള കഴിവൊന്നും ഇതുപോലുള്ള ഈ ഒരു സംഖ്യകൾക്കൊന്നും ഇല്ലെങ്കിൽ, ചില ആൾക്കാർ, എല്ലാവരും അല്ല പറയുന്നത്, ചില ആൾക്കാർക്കൊന്നും അത് ചിന്തിക്കാനുള്ള കഴിവില്ല. പക്ഷെ എന്നാലും കയറി ഇരുന്നിട്ട് ചാനൽ കൂടി ആണെങ്കിലും മറ്റോടത്ത് കൂടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ ലൈവിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെയാണ് മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ചോദിച്ചു, ഹിന്ദുക്കൾ എന്നിട്ട് തെരഞ്ഞെടുത്ത് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചാനലിൽ കയറിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അല്ല, നുസ്രത്ത് താത്താക്ക് ഇപ്പോൾ എന്താണ് ഇപ്പോൾ പ്രശ്നം? കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു കാശ്മീരിൽ നടന്ന സംഭവമായിട്ടൊക്കെ ഇവർ താരതമ്യം ചെയ്തിട്ടൊക്കെ പറയണത്. അതെന്തൊക്കെ നമ്മുടെ നാവാണ്, നമുക്ക് എന്തും കയറി സംസാരിക്കുക എന്നുള്ള ഒരൊറ്റ ലൈസൻസിലാണല്ലോ ഇപ്പോൾ ഇവരൊക്കെ കയറി ഇങ്ങനെ സംസാരിക്കുന്നത്. എന്താ ഇപ്പോൾ പറയണത്, നമ്മളെ പൃഥ്വിരാജ് മോഹൻലാൽ, അതായത് നമ്മുടെ എമ്പുരാനിൽ പറയണ മാതിരി സയ്യിദ് മസൂദ് എന്ന് പറയുന്ന നമ്മുടെ പൃഥ്വിരാജും അതേമാതിരി അബ്രഹാം ഖുറൈഷി എന്ന് പറഞ്ഞിട്ട് നമ്മളെ മോഹൻലാലൊന്നും വരാത്തത് എന്താ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കണത്. എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു ചാനലിൽ കയറുന്നിട്ട് എന്തും പറയുക, അതല്ലെങ്കിൽ എന്താണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഇവിടെ നല്ല സൗഹാർദ്ദം
സൗഹൃദത്തിൽ ജീവിച്ച് പോണവരൊക്കെ തമ്മിലടിപ്പിക്കാനുള്ള ഉദ്ദേശമാണ് ഇവരൊക്കെ മനസ്സിലിരിപ്പ്. കാരണം അത് തന്നെയാണ് മറ്റുള്ളവർക്കും വേണ്ടത്. ഏത് രാജ്യത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഇവിടേക്ക് നുഴഞ്ഞു കയറിയിട്ട് ഇവിടെ ആൾക്കാരെ കൊല്ലുമ്പോൾ അവരുടെ ഉദ്ദേശം അത് തന്നെയാണ്. പരസ്പരം ഈ തമ്മിലടിപ്പിക്കുക, അല്ലെങ്കിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളും തമ്മിലടിപ്പിച്ച് ഈ രാജ്യം ഇല്ലാതാക്കുക തന്നെയാണ് മറ്റുള്ളവരുടെയൊക്കെ ലക്ഷ്യം. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താത്താനോട് ഞാനൊന്ന് പറയട്ടെ, ഈ ഒരു പ്രശ്നം കഴിഞ്ഞപ്പോൾ, അതല്ലെങ്കിൽ കാശ്മീരിലൊരു പ്രശ്നം കഴിഞ്ഞപ്പോൾ സയ്യിദ് മസൂദ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വേറൊരാളുണ്ടായിരുന്നു, സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി. ആ ഒരു വ്യക്തിയും ഇതിലെന്താണ് മരണപ്പെട്ടുകൊണ്ട് ഈ ഒരു കാശ്മീരിൽ സംഭവിച്ച ഈ ഒരു തീവ്രവാദികളുടെ ഏറ്റുമുട്ടലിൽ ആ ഒരു വ്യക്തി മരണപ്പെട്ടു. അയാളൊരു മുസ്ലിമാണ്. എന്തുകൊണ്ട് മാറ്റി നിർത്തായിരുന്നു ഈ ഒരു തീവ്രവാദികൾ? അപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനത, അതല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാരെ കൊല്ലുന്നത് കണ്ടപ്പോൾ അത് ഹിന്ദുവാണോ മുസ്ലിമാണോ, അല്ലെങ്കിൽ ഹിന്ദുക്കളെയാണോ കൊല്ലണത് മുസ്ലിങ്ങളാണോ കൊല്ലണമെന്ന് പറഞ്ഞിട്ടല്ല ആ ഒരു വ്യക്തി അത് എതിർക്കാൻ നിന്നത്. രാജ്യത്തിലുള്ള സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരന്മാരെയാണ് ഇവർ ഈ തീവ്രവാദികൾ ഇങ്ങനെ ആക്രമിക്കണമെന്ന് കണ്ടപ്പോൾ അതിൽക്കെടുത്ത് ചാടിയിട്ട് അത് എതിർക്കാൻ നിന്ന ഒരു വ്യക്തിയാണ്. അയാൾ മരണപ്പെട്ടു. ആ ഒരു വ്യക്തിനെ കുറിച്ചിട്ടൊന്നും ഈ ഒരു ഈ താത്താക്ക് പറയാനൊന്നുമില്ല, ഈ സംഗീത് താത്താക്ക് പറയാനൊന്നുമില്ല. നമ്മുടെ സംഗീത് താത്താക്ക് അല്ലെങ്കിൽ സംഗീത് താത്താനോട് പറയാനുള്ളത്, അത് ഞാനല്ല പറയണത്, മേജർ രവി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ. കാരണം ഇത്രയും കാലം ഇയാൾ സംസാരിക്കണതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതും ബഹുമാനമായതും ഒരു രാജ്യത്തിന് വേണ്ടി സംസാരിച്ചു എന്ന് നമുക്ക് തോന്നിയതും ഈ ഒരു കാശ്മീരിൽ നടന്ന ഈ സംഭവത്തെ കുറിച്ചിട്ട് ഈ ഒരു മേജർ രവി പറയുന്നുണ്ട്. ആ പറയണ വാക്കുകൾ തന്നെ അത് തന്നെയാണ് സത്യം. ആ ഒരു സത്യമൊക്കെ തന്നെയാണ്, ആ സത്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഈ ഒരു സംഗീത് താത്ത എന്ന് പറയുന്ന ഒരു നുസ്രത്ത് കാട്ടിക്കൂട്ടണത്. അതായത് മേജർ രവി എന്താണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ മേജർ രവി എന്താണോ പറയാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്തായിരിക്കും എന്നൊക്കെയാണ് മേജർ രവി പറഞ്ഞതെങ്കിൽ അതിൻ്റെ വിപരീതമായിട്ടാണ് ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു താത്താരും അതിൽ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു മേജർ രവി പറഞ്ഞ കാര്യം, ഹിന്ദുവാണോ എന്ന് ചോദിച്ചിട്ട് കൊന്നു കഴിഞ്ഞാൽ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആരാണ്, മുസ്ലിം ആണെന്നുള്ളതാണ് നമ്മൾ അനുമാനത്തിലെത്തുക. അന്ന് അങ്ങനെയാണല്ലോ രാഷ്ട്രീയപരമായിട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹിന്ദു മുസ്ലിം തമ്മിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നാളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ എത്ര ഹിന്ദു മുസ്ലിം റൈറ്റുകൾ നടന്നിട്ടുണ്ട്? ഒന്നും നടന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്നെപ്പോലുള്ളവർ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലുള്ള അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം ഈ അറ്റാക്ക് ചെയ്യുന്നവരാരാണത്? രാജ്യസ്നേഹം എന്നുള്ള തൊട്ടുപിടിക്കാനില്ലാത്തവരും അതുപോലെ തന്നെ പിന്നെ അവർക്ക് എന്തെങ്കിലും പറയാം, ഒരു സ്പെല്ലിങ് പോലും കറക്റ്റ് എഴുതാൻ പറ്റാത്ത അങ്ങനെയുള്ള വിവരദോഷികളായിട്ടുള്ള കുറച്ചെണ്ണം ഇരുന്നുകൊണ്ട് ഈ സമൂഹത്തിനകത്ത് ഇതുപോലുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരും കൂടെ കുറച്ചൊരു നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ അതാണ് നടക്കാനുണ്ടായിരുന്നത്. അതിനെയാണ് ഞാൻ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് നിങ്ങളൊരാളെ ഒരു മിലിറ്റൻസ് ആക്ടിവിറ്റി ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ എന്ന് ചോദിച്ചിട്ട് കൊല്ലുന്നു? അപ്പം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇത് മുസ്ലിങ്ങൾ പർപ്പസായിട്ട് ഹിന്ദുക്കളെ കൊന്നതാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെയാണ് അവരുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഹിന്ദു ആണോ മുസ്ലിം ആണോ? അവിടെ എന്താ നിങ്ങൾ CPM ആണോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ എന്ന് ചോദിച്ചിട്ട് ആരെയും വെടിവെക്കാന്ന്? So that means there is a hidden agenda of creating communal violence in this country. That's the best way to ഈ രാജ്യത്തിൻ്റെ സമാധാനം തകർക്കാനുള്ള ഏറ്റവും വലിയ ഒരു കളി എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം റൈറ്റ്സ് ഉണ്ടാക്കുക. അങ്ങനെ പാകിസ്ഥാൻ ഇതുപോലുള്ള വാക്കുകൾ കേട്ടുകൊണ്ട് ഇന്ത്യയിൽ വന്നുകൊണ്ട് സമാനത്തോടെ ജീവിക്കുന്ന ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആരാണെങ്കിലും ശരി ഇന്ത്യക്കാരെ നിങ്ങൾ ഇതുപോലെ വന്നിട്ട് വെറുതെ നിസ്സഹായരായിട്ടിരിക്കുന്നവരെ വെടിവെച്ച് കൊല്ലാനുള്ള കാണിച്ച നിങ്ങളുടെ ധീരതയല്ല, നിങ്ങളുടെ ഭീരത്വം ഉണ്ടല്ലോ, അതിനെ ഈ ഗവൺമെൻറ് ശരിക്കും നിങ്ങൾക്ക് തിരിച്ചൊരടി കിട്ടാൻ പോകുന്നത്. അപ്പോൾ വ്യക്തമായിട്ട് തന്നെയാണ് മേജർ രവി ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞേക്കുന്നു. അതായത് മേജർ രവി പറഞ്ഞത് തന്നെയാണ് സത്യം. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉദ്ദേശം അതായത് മനുഷ്യന്മാരെ തമ്മിലടിപ്പിക്കുക. അത് ഹിന്ദു ആണെന്നോ മുസ്ലിം ആണെന്നോ ഒന്നുമില്ല. പക്ഷെ അതിൻ്റെ അടിയിൽ ഹിന്ദു ആരാണ് മുസ്ലിം ആരാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ അവിടെയൊക്കെ വർഗീയതയും കലാപമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും മതം തന്നെയാണ്. ആ മതം തന്നെയാണ് അത് ഓല് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ അവർ തമ്മിലടിപ്പിക്കണം. അത് തന്നെയാണ് അവരുടെയൊക്കെ ഉദ്ദേശം. അത് തന്നെയാണ് ഈ മേജർ രവി പറയുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മുസ്ലിങ്ങൾ വന്നിട്ട് ഹിന്ദുക്കളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ ഇതിലൊക്കെ ചില ചാനൽ ചർച്ചയിലൊക്കെ ഇതുപോലെ ആൾക്കാരൊക്കെ കയറി ഇരുന്നിട്ട് ഇങ്ങനെ ചിലക്കണത്. അതെന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ തീവ്രവാദികൾ അത് പറയാൻ കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടമാണേനും.
അങ്ങനെ പറയാം. മുസ്ലിങ്ങളെ നെഞ്ഞത്തേക്ക് കയറാൻ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം കൂടി നടന്നപ്പോൾ എന്താണ് ഒന്നും കൂടി അത് ഏറ്റുപിടിച്ച് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഈ വരുന്ന തീവ്രവാദികൾക്ക് മുസ്ലിങ്ങളാണോ ഹിന്ദുക്കളാണോ ഒന്നുമില്ല, അവർക്ക് മനുഷ്യന്മാരെ കൊല്ലുക അത്ര തന്നെ ഉള്ളൂ. അത് ഇന്ത്യയിൽ കയറിയിട്ട് ഇന്ത്യയിലുള്ള ആൾക്കാരെ കൊല്ലുക, അതാണ് അവരുടെ ഉദ്ദേശം. പക്ഷെ അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടെയുള്ള ചില ആൾക്കാർക്ക്, ഈ തീട്ടം തിന്നണ ചാണകം തിന്നണ ചില ആൾക്കാർക്കൊന്നും മനസ്സിലാകാതെ പോയി. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നുസ്രത്ത് താത്ത പറഞ്ഞു എന്താ എവിടെയാണ് സയ്യിദ് മസൂദ് അതേമാതിരി അബ്രഹാം ഖുറൈഷിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്തിരുന്നു. അവരൊക്കെ എവിടെ ഈ ഒരു കാശ്മീരിനെ കുറിച്ചിട്ടൊന്നും സംസാരിക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടേതായിട്ടുള്ള എന്താണ് നിലപാടുകളൊക്കെ അവർ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ അവർ സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിക്കാക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് നിങ്ങൾ എന്താണ് കാണട്ടെ. കാരണം നിങ്ങളെപ്പോഴും ഈ മലം ചാനലും മാത്രം നോക്കൊണ്ടാണ് നിങ്ങൾക്ക് വേറുള്ളതൊന്നും കാണാത്തത്. അവരുടേതായിട്ടുള്ള നിലപാടുകൾ എന്താണ് അവർ വ്യക്തമാക്കിക്കണു. ഒരു കാശ്മീരത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ജനങ്ങൾ ഇങ്ങനെ ചെയ്ത ആൾക്കാർക്കൊക്കെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം, അതല്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കണം. പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ ഈ നുസ്രത്ത് താത്താക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം വെറും ഈ മലം ചാനലിൽ മാത്രമല്ല ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ കാശ്മീരിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന വ്യക്തി. അയാൾ മരണപ്പെട്ടു ഈ തീവ്രവാദികളുടെ ഏറ്റുമുട്ടലിൽ. പക്ഷെ അതിനെക്കുറിച്ചിട്ടൊന്നും ഈ ഒരു നുസ്രത്ത് താത്താക്ക് പറയാൻ പറ്റാത്തത് എന്താണെന്നുള്ളത് നമുക്കൊക്കെ വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ താത്താക്കൊക്കെ ഇപ്പം എന്താണ് പരസ്പരം തമ്മിലടിപ്പിക്കാനുള്ള, ഈ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു അവസരം വീണ് കിട്ടിയിക്കല്ലേ. അപ്പോൾ അതിലൊക്കെ കയറി പിടിച്ചും കൊണ്ട് നടക്കുകയാണ് ഇപ്പോൾ നമ്മളെ താത്തൊക്കെ. എന്തായാലും നടക്കട്ടെ, നല്ല രീതിയിൽ നമ്മുടെയൊക്കെ രാജ്യം ഇനി എങ്ങോട്ടാണ്, അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇവിടെ ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ജനങ്ങളുടെയൊക്കെ അവസ്ഥ. അല്ലെങ്കിൽ തമ്മിലടുപ്പിച്ച് ഇവരൊക്കെ എന്താണ് തമ്മിലടുപ്പിച്ച് നമ്മളെയൊക്കെ കൊല്ലിക്കും. അതാണ് ഇപ്പോൾ ഇനിയൊക്കെ നാട്ടിൽ നടക്കാൻ പോണത് ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ.